തൊഴിലാളികളും നശിച്ചു, മുതലാളികളും നശിച്ചു, മധ്യവർത്തികളും നശിച്ചു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയത്. കഴിഞ്ഞ 10 വർഷക്കാലം ചോർന്നൊലിക്കുന്ന ക്ലിഫ് ഹൗസിലാണല്ലോ പിണറായി വിജയൻ കിടന്നത്, അല്ലേ? 10 വർഷത്തെ ഭരണത്തിന് ശേഷം തോറ്റ് തൊപ്പിയിടുമ്പോഴാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു എന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തുന്നത്. 220 ഉറുപ്പ്യ വേണമെന്ന് ഒരു പരിപ്പ് കുത്തി കാച്ചത് കഴിക്കാനായിട്ട്, 52 ഉറുപ്പ്യ കിട്ടണമെന്ന് ഒരു വെള്ളത്തിൽ ഒരു പഞ്ചസാര കലക്കിയിട്ട് കുടിക്കാനായിട്ട്, 28 ഉറുപ്പ്യ കൊടുക്കണം ഒരു ചായ കുടിക്കണമെങ്കിൽ. ഒരു വീട്ടുകാരൻ ഒരു ദിവസം കാലത്ത് ചായ കുടിക്കണമെങ്കിൽ കറണ്ട് ബില്ല് 8500, 4500, 3500 ഉറുപ്പ്യാണ് വരുന്നത്. ക്ഷേമ പെൻഷൻ നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകും. ഈ അയ്യപ്പദാസെ ഇവിടെ പറ്റി വെക്കുന്നു. പ്രേംകുമാർ, നമുക്ക് നിങ്ങൾ പറഞ്ഞ മൂല്യത്തിന് പറ്റി വെച്ചോ. 12 കോടി ബാത്റൂമുകൾ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പണിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ഭരിച്ചവർമാരെ എന്ത് ചെയ്യുകയായിരുന്നു അടിസ്ഥാന വർഗ വിഭാഗത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഈ കാര്യങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ UPA കൂടി ഉണ്ടായിരുന്നല്ലോ. രാജ്യത്ത് ഇതെല്ലാം ചെയ്യുന്നത് ഞങ്ങള് ശുചിമുറി നിർമ്മിക്കാനാണ് എന്നാണ് പറഞ്ഞത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ, ടാക്സ് വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ, സെസ്സാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ഞങ്ങൾ ശുചിമുറി നിർമ്മിക്കാനാണ് എന്നാണ്. എന്തായി ആ ശുചിമുറി നിർമ്മാണം എന്നൊന്ന് പറയണം. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ. മാർക്കറ്റിൽ ഇടപെടുന്ന കാര്യത്തിൽ ദയനീയമായി കഴിഞ്ഞ സർക്കാർ പരാജയപ്പെട്ടു. ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ കിട്ടാൻ കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയില്ല, കാരണം പെട്ടെന്നൊന്നും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നന്നാകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമെങ്കിലും ഇതെല്ലാം കൂടെ ചേർത്താണല്ലോ. കേരളമാകെ വിലക്കയറ്റത്തിലാണ്, കേരളമാകെ കെടുതിയിലാണ്. BJP 2 സംസ്ഥാനവും BJP ഭരിക്കുന്ന കുറെ പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ. അവിടെയൊക്കെ മനുഷ്യന്റെ പട്ടിണിയെങ്കിലും മാറ്റിയോ എന്ന് BJPയുടെ പ്രതിനിധി ഇവിടെ ഒന്ന് പറയണം. ഇല്ല, മനസ്സിലാക്കി. ശ്രീ പ്രേംകുമാർ, അദ്ദേഹം സ്വാഭാവികമായിട്ട് 10 വർഷക്കാലം പെട്ടെന്നൊന്നും മറന്നുപോയി. അമ്ലേഷം പിടിപെട്ടു അദ്ദേഹത്തിന്. എന്നിട്ട് ആൾ കുറെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ചോദ്യം കണ്ണാടിയിൽ നോക്കിയിട്ട് 10 കൊല്ലം മുമ്പ് ചോദിക്കണമായിരുന്നു. 10 കൊല്ലം കണ്ണാടിയിൽ പോയി ചോദിക്കണമായിരുന്നു, എന്താണ് പിണറായി ചെയ്യാത്ത. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞില്ലേ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. ആ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനം പറഞ്ഞെന്നില്ലേ മറ്റാരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മറ്റാൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവിധ ആളുകളെ ജയിപ്പിച്ച് നിങ്ങൾ അവിടെ മൂലക്കിരുത്തിയില്ലേ. അത് ഭാവിയിൽ ഇനി എന്താ പറയാൻ പോണെന്ന് നിങ്ങൾ നോക്കിക്കോ. ഈ അയ്യപ്പദാസെ ഇവിടെ പറ്റി വെക്കുന്നു. പ്രേംകുമാർ, നമുക്ക് നിങ്ങൾ പറഞ്ഞ മൂല്യത്തിന് പറ്റി വെച്ചോ. 12 കോടി ബാത്റൂമുകൾ ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പണിയേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ഭരിച്ചവർമാരെ എന്ത് ചെയ്യുകയായിരുന്നു അടിസ്ഥാന വർഗ വിഭാഗത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഈ കാര്യങ്ങൾക്ക് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ UPA കൂടി ഉണ്ടായിരുന്നല്ലോ കുറച്ചു കാലം, 4 വർഷം ഉണ്ടായിരുന്നില്ലേ? എന്താ നിങ്ങൾ ചോദ്യം ചെയ്യാഞ്ഞ്? എന്താ നിങ്ങളത് പറയാഞ്ഞ്? നിങ്ങളെന്താ പ്രവർത്തിക്കാഞ്ഞ്? 220 ഉറുപ്പ്യ വേണമെന്ന് ഒരു പരിപ്പ് കുത്തി കാച്ചത് കഴിക്കാനായിട്ട്, 52 ഉറുപ്പ്യ കിട്ടണമെന്ന് ഒരു വെള്ളത്തിൽ ഒരു പഞ്ചസാര കലക്കിയിട്ട് കുടിക്കാനായിട്ട്, 28 ഉറുപ്പ്യ കൊടുക്കണം ഒരു ചായ കുടിക്കണമെങ്കിൽ. ഒരു വീട്ടുകാരൻ ഒരു ദിവസം കാലത്ത് ചായ കുടിക്കണമെങ്കിൽ കറണ്ട് ബില്ല് 8500, 4500, 3500 ഉറുപ്പ്യാണ് വരുന്നത്. ക്ഷേമ പെൻഷൻ നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണോ? നിങ്ങൾ അവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ അതിന് 35 ഇരട്ടി ഇപ്പുറത്ത് വില കയറ്റം ഉണ്ടാക്കിയില്ലേ സർക്കാർ ചെയ്തു കൊടുത്തിട്ട്? ആ ക്ഷേമം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കഴിഞ്ഞ 10 വർഷക്കാലം ചോർന്നൊലിക്കുന്ന ക്ലിഫ് ഹൗസിലാണല്ലോ പിണറായി വിജയൻ കിടന്നത്, അല്ലേ? 10 വർഷത്തെ ഭരണത്തിന് ശേഷം തോറ്റ് തൊപ്പിയിടുമ്പോഴാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടന്നു എന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തുന്നത്. അതെ, ആദ്യം ക്ലിഫ് ഹൗസിലേക്ക് വരാം. നീന്തൽക്കുളവും മോടി പിടിപ്പിക്കലും ഒക്കെയുള്ള ക്ലിഫ് ഹൗസ് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് താമസിക്കാൻ പറ്റാത്ത 2 കോടിയോളം രൂപ ചെലവഴിച്ച് അത് പുതുക്കി പണിതാൽ മാത്രമേ, പുതുക്കി പണിയലാണ് ഇപ്പോൾ, അറ്റകുറ്റപ്പണി, മൂടി പിടിപ്പിക്കലല്ല, അങ്ങനെ ചെയ്താൽ മാത്രമേ പറ്റുമല്ലേ? ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലേ സാർ? ഉണ്ടുണ്ട്, തൊഴിലാളികളും നശിച്ചു, മുതലാളികളും നശിച്ചു, മധ്യവർത്തികളും നശിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.